അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുൽഫത്താണ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ 2 മരണമാണ്, ആത്മഹത്യകളാണ് നമ്മൾ കേട്ടതല്ലേ, തുടരെ. ഇന്നിപ്പോൾ ആത്മഹത്യകളുടെ എണ്ണം, അതും ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഓരോ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടകരമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ഉത്തരവാദി ആരാണ്? വീട്ടുകാരാണോ, അതോ സമൂഹമാണോ, അതോ നമ്മൾ അനുഷ്ഠിച്ചു പോകുന്ന അനുഷ്ഠാനങ്ങളും അതുപോലെ ഈ നമ്മളെ സിസ്റ്റം, ഇതൊക്കെയാണോ ഇതിന് ഉത്തരവാദി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും വിവാഹം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെയോ അല്ലെങ്കിൽ ഒരു പുരുഷനെയോ സംബന്ധിച്ചിടത്തോളം ലൈഫിന്റെ എൻഡ് അല്ല വിവാഹം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരു വഴിയിൽ നിന്നും മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിക്കുകയാണ്. ആ സഞ്ചരിക്കുന്ന പാത സേഫ് ആണോ ഇല്ലയോ എന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സേഫ് അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തിരികെ വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ തിരികെ വരാനുള്ള ഒരു എൻട്രൻസ്, ഒരു കവാടം അവിടെ തുറന്നിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് മാതാപിതാക്കളാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അവർക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ബാക്ക് ബോൺ ആയിട്ട് നിൽക്കേണ്ടത് തീർച്ചയായിട്ടും മാതാപിതാക്കൾ തന്നെയാണ്. അവർക്ക് നിങ്ങൾ വെൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾ ഈ സമ്പാദിക്കുന്നതിന്റെ പകുതി സ്ത്രീധനമായിട്ടും അതുപോലെ തന്നെ കല്യാണ ചെലവിന് ആഡംബരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങളെ മക്കളെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിപ്പിക്കുക. അതുപോലെ തന്നെ അവർക്ക് വെൽ എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരിങ്ങനെ ഒരു കുരുക്കിൽ പെട്ടു പോവുകയാണെങ്കിൽ അതിൽ നിന്ന് അവര് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് ഇതിൽ വലിയൊരു പങ്ക് തന്നെയുണ്ട് കേട്ടോ. അവർക്ക് ബാക്ക് സപ്പോർട്ട് നിങ്ങൾ തന്നെയാണ് കൊടുക്കാനുള്ളത്. അതുപോലെ സമൂഹത്തിനോട് ചോദിക്കട്ടെ, സമൂഹം ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴത്തേക്കും ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ അവരിട്ടുന്ന പോസ്റ്റിനും അതുപോലെ തന്നെ വീഡിയോസിനൊക്കെ താഴെ വന്നിട്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടു. നിങ്ങൾ എന്തിനിങ്ങനെ ചെയ്തു, നിങ്ങൾക്ക് തിരിച്ചു വന്നാൽ പോരായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ്. പക്ഷെ ചോദിക്കട്ടെ, അങ്ങനെ തിരിച്ചു വരുന്ന ഒരു വ്യക്തി, ഡൈവേഴ്സ് ആയ ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, സമൂഹം നൽകുന്ന വില എന്താണ്? ആ വിലയും അവർക്ക് കിട്ടാൻ പോകുന്ന പരിഗണനയൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ന് പറയുന്ന ഈ സമൂഹം നാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്നില്ല. ലൈഫിൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന ഒരു ഘട്ടത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിൽക്കുന്ന സാഹചര്യത്തിനെ തുടരാൻ വേണ്ടിയിട്ട് ചില മിക്ക സ്ത്രീകളും അങ്ങനെ തുടരുന്നവരായിരിക്കും. ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയായിരിക്കും. തീർച്ചയായിട്ടും സമൂഹം ഇതിന് വലിയൊരു പങ്കാണ് ഇതിൽ വഹിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ സ്ത്രീയായാലും പുരുഷനായാലും എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ അത് കല്യാണം ഒരു തടസ്സമാവാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. എഡ്യൂക്കേഷൻ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ചെറിയ രീതിയിലെങ്കിലും എല്ലാം സ്ത്രീകളായാലും പുരുഷനായാലും പ്രൊഫഷണലായിട്ട് ഒരു കൈത്തൊഴിൽ കയ്യിൽ വെച്ചിരിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികം എന്ന് പറയുന്നത് ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ്. അത് ആലോചിച്ചിട്ടായിരിക്കും പലരും സാമ്പത്തികം ആലോചിച്ചിട്ടായിരിക്കും പലരും ആ ഒരു ലൈഫിൽ തുടർന്നു പോകുന്നത്. തിരികെ വന്ന വീട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടാവോ, വീട്ടുകാർ ഫേസ് ചെയ്യുന്ന അവരുടെ ബാധ്യതയ്ക്ക് ഇനിയൊരു ആക്കം കൂട്ടണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവര് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു പോകുന്നത്. എത്ര സഹിക്കാൻ പറ്റാത്തത് പലരും അതുകൊണ്ടായിരിക്കും. വീട്ടുകാർ പോലും ചില കാര്യങ്ങൾ അറിയുന്നില്ല, സംഭവങ്ങൾ അറിയുന്നില്ല, വാർത്തകൾ വരുമ്പോൾ നമ്മൾ കേൾക്കുന്നില്ല, അവരൊന്നും പറഞ്ഞില്ല, ഒന്നും ഷെയർ ചെയ്തില്ല. മെയിൻ ആയിട്ടുള്ള ഘടകം ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സ്ത്രീധനത്തിന്റെ പേരിൽ നിങ്ങൾ ചെലവഴിക്കുന്നതിന്റെ കുറച്ച് ഭാഗമെങ്കിലും സേവിങ് ആയിട്ട് അവരുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവർക്ക് വേണ്ടി മാറ്റി എവിടെയെങ്കിലും വെച്ചിരിക്കുക എന്നുള്ളതാണ്. അവർക്ക് അത് പിന്നീട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവർക്ക് അത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ അതിന് മാറ്റി വെക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. എന്തെങ്കിലും ഇപ്പം അതിനിപ്പോൾ സാമ്പത്തികം തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ അവസ്ഥകൾ എനിക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ എനിക്ക് പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, അങ്ങനെ ഒരു എക്സ്ക്യൂസിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാത്തവരാരും തന്നെ ഇല്ല. നമുക്ക് യൂട്യൂബ് എടുത്ത് തന്നെ എന്തോരം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ചെറിയതായിട്ട് ചെറിയ സ്റ്റിച്ചിങ് ആണെങ്കിൽ സ്റ്റിച്ചിങ്, എംബ്രോയിഡറി വർക്ക് ആണെങ്കിൽ അങ്ങനെ, എന്തെങ്കിലുമൊക്കെ ഹാൻഡ് ക്രാഫ്റ്റ് ആണെങ്കിൽ അങ്ങനെ, എന്തോരം കാര്യങ്ങൾ, എന്തോരം സാധ്യതകൾ ഈ ഒരു കാലഘട്ടത്തിലുണ്ടെന്നറിയാം. അപ്പൊ അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനൊരു പരിഹാരമല്ല. അതൊരു പരിഹാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് തുടക്കവും നമ്മൾ വിചാരിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. കാരണം തുടരെ ഓരോ പേരുകളുടെ കൂടെ ഓരോ പേരുകൾ കൂട്ടിച്ചേർക്കാം എന്നുള്ളതല്ലാതെ ഇവിടെ യാതൊരു മാറ്റവും ആർക്കും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാം പഴയതുപോലെ തന്നെ ഓരോ പേരിന്റെ കൂടെ ഒരു പേര് എന്നുള്ളതല്ലാതെ ഒന്നും മാറാൻ പോകുന്നില്ല. ഉത്രയും അതുല്യം അതുപോലെ വിഭജിക്കുക ഇങ്ങനെ ഓരോ പേരുകൾ കൂട്ടിച്ചേർക്കുക എന്നല്ലാതെ ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും മാറേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ മാറുന്നതിനനുസരിച്ച് സമൂഹം
സമൂഹം മാറും. സമൂഹം മാറുന്നതിനനുസരിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമ്പ്രദായങ്ങളും എല്ലാം മാറും. അപ്പോൾ മാറ്റങ്ങൾക്ക് തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.